ശരീരത്തിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇമ്മ്യൂൺ സെൽസിനെ ട്യൂമറുമായിട്ട് പൊരുതുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇമ്മ്യൂൺ സെൽസ് ആക്കി മാറ്റിയിട്ട് തിരിച്ച് ശരീരത്തിലേക്ക് തന്നെ ഇൻജെക്ട് ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് ജർമ്മനിയിലുള്ള ഹേനെ ചികിത്സിക്കാമെന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തുന്നത്. പക്ഷെ അവളുടെ രോഗമൊക്കെ എത്രത്തോളം ഭേദമാകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ല എന്നൊക്കെ അവളെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയുമ്പോഴത്തേക്കും ഹെയ്നും 51% അവരും ഉറപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ ലഭിക്കാവുന്നത് വെച്ചിട്ടുള്ള ഏതൊരു ട്രീറ്റ്മെന്റും ചെയ്യുവാനായിട്ട് താൻ തയ്യാറാണെന്നും ഈ ഒരു വഴിയിലൂടെ തന്റെ അസുഖമൊക്കെ ഭേദമാകുമെന്ന വിശ്വാസം തനിക്കുമുണ്ട് എന്നും ഹെയ്ൻ ഡോക്ടറിനോട് പറയുന്നു. നേരത്തെ ഒരു കുട്ടിയൊക്കെ ഇൻക്യുബേറ്ററിൽ കിടക്കുകയാണെന്ന് പറഞ്ഞ് ഒരു അച്ഛൻ ജ്യൂസ് ഒക്കെ വിറ്റിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു അച്ഛനെ അതേ ഹോസ്പിറ്റലിൽ വെച്ചൊക്കെ ഹെയ്ൻ കാണുകയാണ്. ഹെയ്നും അയാളോട് താൻ എന്നും ജ്യൂസ് ഒക്കെ കുടിക്കുന്ന കൂട്ടത്തിലാണ് എന്നും പക്ഷെ ഇപ്പോൾ കുറച്ചു ദിവസമായിട്ട് തനിക്കത് കൃത്യമായി കുടിക്കുവാൻ സാധിക്കുന്നില്ല എന്നും പറയുന്നു. അയാളും അവൾക്കൊരു ജ്യൂസൊക്കെ നൽകാമെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ഓഫീസിലുള്ള എല്ലാവർക്കുമായിട്ട് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കണം. അതായത് 250 ജ്യൂസൊക്കെ ഒരു ദിവസം തനിക്ക് ചെലവാകുമെന്ന കാര്യമൊക്കെ ഹെയ്നും അയാളെ അറിയിക്കുമ്പോഴത്തേക്കും അയാൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. സൂചോളം പണിയുവാനായിട്ട് പ്ലാൻ ചെയ്യുന്ന റിസോർട്ടിന്റെ മാതൃകയൊക്കെ മുത്തശ്ശനെ കാണിക്കുകയാണ്. അതിലാകട്ടെ 2 5 സ്റ്റാർ ഹോട്ടലുകളും കുറച്ച് ഷോപ്പുകളും ഫോറിനേഴ്സിന് പറ്റിയ രീതിയിലുള്ള കാസിനോസും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ പണിയുവാൻ എത്രത്തോളം തുകയൊക്കെ ചെലവാകുമെന്ന് മുത്തശ്ശനും ചോദിക്കുന്നു. അവനാകട്ടെ 1 ട്രില്യനും 90 ബില്യനും ചെലവാകുമെന്നൊക്കെ മുത്തശ്ശനെ അറിയിക്കുകയാണ്. മുത്തശ്ശനും അവന്റെ പണത്തിന് ചെയ്തോളാനൊക്കെ പറയുമ്പോഴത്തേക്കും അവനാകട്ടെ ഈ ഒരു പണം ഒന്നും തന്നെ മുത്തശ്ശൻ തരേണ്ടതായിട്ടില്ല. ഉൻസിംഗ് ഞങ്ങളുടെ കൂടെ നിൽക്കും. മുത്തശ്ശൻ സമ്മതം നൽകുകയാണെങ്കിൽ ഉൻസിംഗ് ഇതിനുള്ള എല്ലാ തുകയും ചെലവാക്കിക്കോളുമെന്നൊക്കെ അറിയിക്കുകയാണ്. ഉൻസിംഗിന്റെ പണമൊക്കെ വരുന്നത് നേരായിട്ടുള്ള രീതിക്ക് ആയതുകൊണ്ട് തന്നെ ഉൻസിംഗിനെ വിശ്വസിക്കാമെന്ന് അച്ഛനും പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശനും സമ്മതം മൂളുകയാണ്. പക്ഷേ ഹിനുവും പല രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ആ ഒരു സ്ഥലത്ത് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അതെല്ലാം തന്നെ പരാജയപ്പെട്ടു പോകുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെയായിട്ടും ആ ഒരു സ്ഥലത്തിന് ഒരു രീതിയിലുള്ള ലൈസൻസും കിട്ടിയിട്ടില്ല എന്ന കാര്യമൊക്കെ മുത്തശ്ശനെ ഓർമ്മപ്പെടുത്തുന്നു. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ലൈസൻസ് ഒക്കെ തരുന്ന സ്ഥലത്തുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ സൂചിയോട് പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയും നമ്മുടെ സ്കോളർഷിപ്പ് ഒക്കെ വെച്ച് പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാളെ നമുക്ക് വിശ്വസിക്കാമെന്ന് അച്ഛനും അറിയിക്കുന്നു. എങ്കിൽ പോലും ആളുകളുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം. ഇത്രയും വലിയൊരു തുകയ്ക്കൊക്കെ പ്രൊജക്ട് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യവും ഇപ്പോൾ ഹ്യുൻവുവും അറിയിക്കുകയാണ്. അതെല്ലാം തന്നെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഹ്യുൻവു പറയുന്ന കാര്യങ്ങളിലും സത്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശനും ഒരു കാര്യം ചെയ്യാം, ഇത് മൊത്തത്തിലൊന്ന് റിവ്യൂ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒരു തീരുമാനം എടുക്കാമെന്നൊക്കെ പറയുകയാണ്. അതായത് സൂചോൾ പറയുന്നത് വെച്ച് മുത്തശ്ശൻ ഈ ഒരു പ്രൊജക്ടിനൊക്കെ സമ്മതം മൂളിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഹിനുവു പറഞ്ഞത് കൊണ്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാക്കുകയാണെങ്കിൽ മാത്രമേ മുത്തശ്ശന് സമ്മതം മൂളുകയുള്ളൂ. ഹണ്ടിങ്ങിന്റെ സമയത്തൊക്കെ ഹിനുവും താമസിക്കാൻ പോയ ഗസ്റ്റ് ഹൗസിലെ ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നല്ലോ. അയാളും ഇപ്പോൾ ഹിനുവിനെ കോൾ ചെയ്യുകയാണ്. അന്നത്തെ ദിവസം അവിടെ ഒരു ഗ്യാസിന്റെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നും അയാളുടെ ഡാഷ് ക്യാം ഒക്കെ തന്റെ കയ്യിൽ ഉണ്ടെന്നും അയാൾ അറിയിക്കുന്നു. ആ ഒരു മെമ്മറി ഒക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ അന്നത്തെ ദൃശ്യങ്ങളെല്ലാം തന്നെ പോയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അയാളും അതെല്ലാം തന്നെ ഹ്യുനുവിനെ ഏൽപ്പിക്കുന്നു. അന്നത്തെ ദിവസം അച്ഛന്റെ സഹോദരൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അയാളാണ് അതെല്ലാം തന്നെ ചെയ്തതെന്ന രീതിയിൽ ഒരു തെളിവും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഹ്യുൻവുവും ഇതിന്റെയൊക്കെ പിന്നാലെ പോകുന്നത്. ഹ്യുൻവുവും ഒരു കടയിൽ ചെന്ന് ആ ഒരു മെമ്മറി കാർഡൊക്കെ നൽകി കഴിയുമ്പോഴത്തേക്കും 3 4 ദിവസം കൊണ്ട് തന്നെ അതിന്റെ അകത്തുണ്ടായിരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഹ്യുനുവിനെ ഏൽപ്പിക്കാമെന്ന് അയാളെ സമ്മതിക്കുന്നു. മുത്തശ്ശന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നത്. അവളാകട്ടെ മുത്തശ്ശന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കൊടുത്തോളുവാനും അതിപ്പോൾ അസുഖത്തിന്റെ കാര്യമൊന്നും നോക്കേണ്ടതായിട്ടില്ല എന്നും അറിയിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കേട്ടോണ്ടിരുന്ന വ്യോംചയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനത്തെ രീതിയിലുള്ള ഫുഡൊക്കെ നൽകുകയാണെങ്കിൽ മുത്തശ്ശൻ എത്രയും വേഗം മരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യം മറ്റും നോക്കുവാനായിട്ട് ഇവിടെ ഡോക്ടേഴ്സും ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഗേൾ ഫ്രണ്ടും അറിയിക്കുന്നു. ഇതിനു മുമ്പ് ഗേൾഫ്രണ്ട് ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ എടുത്തതിന് ശേഷം ഇതൊന്നും തന്നെ എനിക്ക് വിശ്വസിച്ച് അച്ഛനെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതിൽ വല്ലോ നീ വിഷം കലർത്തുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്തുണ്ടാക്കി അച്ഛന് കൊടുക്കുന്നതിന് മുമ്പ് നീ സ്വന്തമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിനുശേഷം മാത്രമേ അച്ഛൻ അത് നൽകാവൂ എന്നൊക്കെയാണ് വ്യോംചു വാശി പിടിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഗേൾഫ്രണ്ടും അവിടെ നിന്ന് ആളുകളെ എല്ലാം തന്നെ പുറത്തേക്കൊക്കെ അയക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും വ്യോംചെ വീണ്ടും അവളെ തല്ലുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയുന്നുമുണ്ട്. പക്ഷെ ഇത്തവണ വ്യോംച ആയിരുന്നില്ല, മറിച്ച് ഗേൾഫ്രണ്ട് ആയിരുന്നു മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അവളും അവിടെ ഉണ്ടായിരുന്ന ക്യാമറയൊക്കെ തല്ലി തകർത്തതിന് ശേഷം വ്യോംചനെ ഭീഷണിപ്പെടുത്തുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ നിന്റെ ശല്യം സഹിക്കുന്നതാണ്. പിന്നെ നീ ക്യൂട്ടാണല്ലോ എന്ന് വിചാരിച്ച് നിന്നെ ഞാൻ വെറുതെ വിട്ടതായിരുന്നു. എന്തായാലും ഇനി നീ എന്റെ ഇടയ്ക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞ് അവളും വ്യോംചിക്കിട്ട് തല്ലുന്നുമുണ്ട്. മുത്തശ്ശന്റെ അടുത്ത് വന്ന് വ്യോംചയും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. നീ അവളെ തല്ലുവാനാണ് സാധ്യത എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. പക്ഷെ ഗേൾഫ്രണ്ടും ഇപ്പോൾ വളരെ പാവമായിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ട്
അവൾ കുറെ കാര്യങ്ങളൊക്കെ എനിക്കെതിരായിട്ട് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ അവളിൽ നിന്ന് തല്ലിപ്പോയതാണെന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുകയാണ്. മുത്തശ്ശനും ഈ ഒരു കാര്യത്തിലും വ്യോമിച്ചിക്കെതിരായിട്ട് നിൽക്കുന്നു. ബിയോങ്ചെയും ഓരോ തവണ വിവാഹം കഴിച്ച് ആ ഒരു വിവാഹമൊക്കെ പിരിയുന്ന സമയത്ത് സ്ഥിരമായിട്ട് പോകാറുള്ള ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ഒക്കെ ഉണ്ട്. ആ ഒരു ഏജൻസി ഇപ്പോൾ വളരെയധികം വലുതായി കഴിഞ്ഞിരിക്കുന്നു. അവളും തിരികെ അതേ ഏജൻസിയിലേക്ക് ചെല്ലുകയാണ്. ബിയോങ്ചെ സോൽഹിയുടെ 2-3 ഫോട്ടോസ് ഒക്കെ കൊടുത്തതിന് ശേഷം കഴിഞ്ഞ 20 വർഷമായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീയാണിത്. ഇത്രയും കാലം അവൾ പാവത്താനെ പോലെയൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിലും ഇത്തവണ അവൾ എന്നെ തള്ളുക വരെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇവളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്നാണ് ബിയോങ്ചെയും ഇപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേറ്ററോട് പറയുന്നത്. ഹെർസൈനയുമായിട്ടുള്ള മറ്റൊരു മീറ്റിങ്ങിനൊക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഹെയ്ൻ. പക്ഷെ അവളും എല്ലാവരും പോയതിനു ശേഷം നടക്കുവാൻ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളും പണ്ടത്തെ പോലെ തന്നെ ആ ഒരു മഞ്ഞുള്ള സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് ഒരു തോന്നലിലൊക്കെ നിൽക്കുകയാണ്. അവൾക്ക് നടക്കുവാനായിട്ട് സാധിക്കാതെ മുന്നോട്ട് അവൾ നടക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും വീഴുവാൻ തുടങ്ങുന്നു. പക്ഷെ അവിടെ അപ്പോഴേക്കും ഉൻസിങ് എത്തുകയും അവളെ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് ഈ മീറ്റിംഗ് ഒക്കെ പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കാം എന്നൊക്കെ ഉൻസിങ് പറയുന്നുണ്ടെങ്കിലും അവളും ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. അപ്പോൾ ഉൻസിങ്ങും അവളെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ലിഫ്റ്റിന്റെ അടുത്ത് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ച് ഹ്യുനുവിനെ അവൾ കാണിക്കുകയാണ്. ഹ്യുനുവും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവനോട് പോകുവാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ലിഫ്റ്റിലും കയറുന്നു. നിന്റെ ഫേസ് എന്താ ആകെ ഡള്ളായിട്ടിരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ഉൻസിങ്ങും അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അസുഖം ഉണ്ടായിരുന്നാൽ കൊള്ളായിരുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്കും ഒന്ന് റെസ്റ്റ് ഒക്കെ എടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നല്ലോ എന്നൊരു മറുപടി ഹെയ്നും നൽകുന്നു. പിന്നീട് അവളും കൂളായിട്ടൊക്കെ ആ ഒരു മീറ്റിംഗിലും പങ്കെടുക്കുകയാണ്. ഇനി ഗ്രേസ്കോനെ കണ്ടതിന് ശേഷം ഹെയ്ൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ചെക്കപ്പ് ഒന്നും ചെയ്യാറില്ല എന്നൊക്കെ ഉൻസിങ്ങും ചോദിക്കുകയാണ്. ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ ഒരേ സ്ഥലത്താണ് ചെക്കപ്പ് ചെയ്യുന്നതെങ്കിലും അവൾ മാത്രം മറ്റൊരിടത്താണ് അത് ചെയ്യുന്നതെന്ന കാര്യം ഗ്രേസ്കോയും അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഏത് സ്ഥലമാണെന്ന് കണ്ടെത്തുവാൻ ഉൻസിങ്ങും അറിയിക്കുകയാണ്. ഇപ്പോൾ നിന്റെ ബ്ലഡ് സെൽസിന്റെ കൗണ്ട് ഒക്കെ വളരെ കുറവാണ്. ഈ ഒരു സമയത്ത് ജർമ്മനിയിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ഡോക്ടർ പറയുമ്പോഴത്തേക്കും അവളും ഡോക്ടറിനോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. പക്ഷെ അവളുടെ പിറകെ ഡോക്ടർ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ അവൾക്ക് ഒരു രീതിയിലുള്ള വേദനകളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ട്യൂമറും പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നതായിരിക്കുമെന്ന് ഡോക്ടറിന്റെ അടുത്ത് അവൾ പറയുകയാണ്. അപ്പോഴേക്കും നേരത്തെ മുത്തശ്ശന്റെ ഗേൾഫ്രണ്ട് ഒക്കെ വ്യോമച്ചിനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവളും അവളുടെ കൈയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുവാനായിട്ട് അതേ ഹോസ്പിറ്റലിൽ എത്തിയതായിരുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് വ്യോമച്ചയും കേൾക്കുന്നു. വ്യോമച്ചയും എല്ലാ കാര്യങ്ങളും ഹെയ്ന്റെ അടുത്ത് നിന്നും അറിയിക്കുകയാണ്. വ്യോമച്ചയ്ക്കും ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു. അവളാകട്ടെ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമെന്ന് ഡോക്ടറും പറഞ്ഞു. അവളും അന്ന് ഒരുപാട് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവളെ സമാധാനപ്പെടുത്തുവാനും പോയി. പക്ഷെ നിനക്കറിയാമോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് അവളാണ്. അവൾക്ക് ഒരു കുഴപ്പവുമില്ല. അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഒരുപാട് പണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ചികിത്സിച്ചാൽ മാറാത്ത രീതിയിലുള്ള ഒരസുഖങ്ങളും ഈ ഒരു ലോകത്ത് പോലും ഇല്ല എന്നൊക്കെയാണ് വ്യോമച്ച പറയുന്നത്. എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് ഹ്യുനുവിന് മാത്രമേ അറിയിക്കുകയുള്ളൂ. നീയായിട്ട് വീട്ടിൽ ആരെയും തന്നെ ഈ വിവരവും അറിയിക്കരുതെന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും വ്യോമച്ചയും ആരോടും പറയുകയില്ല എന്ന് വാക്ക് നൽകുന്നു. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ട്രീറ്റ്മെന്റ് നൽകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും ഉടനെ തന്നെ ജർമ്മനിയിൽ പോകുന്നതായിരിക്കുമെന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും അവളുടെ അസുഖം വേഗം മാറുന്നതായിരിക്കുമെന്ന് വ്യോമച്ചയും വിശ്വസിക്കുകയാണ്. മാത്രമല്ല, നേരത്തെ ക്യാൻസർ വന്ന ഒരു ഫ്രണ്ടൊക്കെ തനിക്കുണ്ടെന്ന് വ്യോമച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സ്ത്രീയെ കോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആരും ഫോണൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ മറ്റൊരു ഫ്രണ്ടിനെയൊക്കെ കോൾ ചെയ്തിട്ട് അവളിപ്പോൾ എവിടെയാണ്, അവളുടെ നമ്പറൊക്കെ മാറിയോ എന്നൊക്കെ വ്യോമച്ച ചോദിക്കുന്നു. പക്ഷെ അപ്പോളായിരുന്നു അവൾ മരണപ്പെട്ടു പോയ കാര്യമൊക്കെ വ്യോമച്ചയും അറിയുന്നത്. വ്യോമച്ച ജയിലിലായിരുന്നത് കൊണ്ടാണ് അന്ന് ഈ ഒരു വിവരമൊന്നും വ്യോമച്ച അറിയാതെ പോയത്. പക്ഷെ പെട്ടെന്ന് അവൾ മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വ്യോമച്ചയ്ക്ക് ആകെ സങ്കടമാണ് തോന്നുന്നതും. വ്യോമച്ചയും ആ ഒരു ഫ്രണ്ടും അത്രയ്ക്ക് ക്ലോസ് ഒന്നും അല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഹെയ്ന്റെ കൂടി കാര്യം ഓർക്കുമ്പോൾ അവൾക്ക് ആകെ വിഷമം തോന്നുന്നു. മുത്തശ്ശനെ ജെയ്സ്കോയും ഉൻസിങ്ങും കൂടി ചേർന്നിട്ട് ഒരു മ്യൂസിയം ഒക്കെ കാണിക്കുവാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അതാകട്ടെ നെപ്പോളിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയം ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ നെപ്പോളിയൻ തന്റെ ഒരു റോൾ മോഡൽ ആണെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കും പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ചൊക്കെ ഉൻസിങ്ങും ഓർക്കുകയാണ്. അന്നാകട്ടെ ഉൻസിങ് ഉണ്ടായിരുന്നത് ഒരു ഓർഫനേജിലൊക്കെ ആയിരുന്നു. ആ ഒരു സ്ഥലത്ത് മുത്തശ്ശനും പ്രസംഗിക്കുവാനായിട്ട് എത്തി. ആരൊരുമല്ലാതിരുന്ന നെപ്പോളിയന് ലോകം തന്നെ കീഴടക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് വലിയ ആളുകളാകുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും ആ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ മോട്ടിവേഷൻ ഒക്കെ നൽകുന്നു. പണ്ട് കാലത്തുള്ള നെപ്പോളിയന്റെ ഒരു ഒറിജിനൽ പെയിന്റിംഗ് ഒക്കെ തന്റെ കയ്യിൽ ഉണ്ടെന്നും അത് മുത്തശ്ശന് ഗിഫ്റ്റായിട്ട് നൽകാമെന്നുമൊക്കെ ഉൻസിങ് പറയുമ്പോഴത്തേക്കും മുത്തശ്ശനും ഒരുപാട് സന്തോഷമാക്കുകയാണ്. ഞാൻ ആദ്യം ഒരു ചെരുപ്പ് കടയിലൊക്കെ ആയിരുന്നു ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ ഒരു ചെരുപ്പ് കട തന്നെ ഞാൻ സ്വന്തമാക്കി. അങ്ങനെ ഇരിക്കെ ഇതൊക്കെ ഒരു മിറാക്കിളായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കും അതേന്ന മറുപടി ഉൻസിങ്ങും പറയുകയാണ്. പക്ഷെ അവന്റെ മുഖത്തും മറ്റൊരു രീതിയിലുള്ള ചിരിയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്.
ഒരു പക്ഷെ ഓൺസെങ്ങിന്റെ ഫ്ലാഷ് ബാക്കിനും മുത്തശ്ശന്റെ ഈ ഒരു സ്റ്റോറിക്കും എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഹെയ്ൻ പെട്ടെന്ന് ജർമ്മനിക്കൊക്കെ പോകാൻ തുടങ്ങുകയാണ്. ഹ്യുനുവിനെ നീ വിളിച്ചായിരുന്നോ എന്നൊക്കെ വ്യോമിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അവൻ ബിസി ആണെന്നും എന്നാൽ ഞാൻ കൂടെ വരട്ടെ എന്നൊക്കെ വ്യോമിച്ച് ചോദിക്കുമ്പോഴത്തേക്കും തനിച്ചു പോകാനാണ് തനിക്ക് താല്പര്യമെന്നും പറഞ്ഞ് ഹെയ്നും പോകുന്നു. അങ്ങനെ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.